ആദ്യം തന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒരു കുപ്പിയിൽ ശേഖരിക്കുക. 2-3 തേങ്ങ നിങ്ങൾ ഒന്നിച്ച് പൊട്ടിക്കുന്നുണ്ട് ഒരു ദിവസം മതി, അല്ലെങ്കിൽ 2-3 ദിവസത്തത് ഒന്നിച്ച് ശേഖരിച്ച് വെക്കുക. അപ്പോൾ ഒരു 3 ദിവസം കഴിയാൻ നല്ലോണം ഫെർമെൻറ്റേഷൻ നടക്കും. എന്നിട്ട് 2 കപ്പ് അരി ഒരു 4 മണിക്കൂർ കുതിർത്തിയിട്ട് ഊറ്റിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം, 1 കപ്പ് വെന്ത ചോറും കേട്ടോ, നമ്മളെ ചോറ് വേവിച്ച ചോറ്, അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മളെടുത്ത് മാറ്റി വെച്ച നാളികേരത്തിൻ്റെ വെള്ളമില്ലേ, അത് 2-3 ദിവസം കഴിഞ്ഞാൽ നല്ല വെള്ളം നിറാവും കേട്ടോ. അപ്പോൾ അതൊന്ന് അരിച്ചൊഴിക്കണേ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കണ്ട ചെറിയ കരടുകളൊക്കെ ഉണ്ടാവും. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം എടുത്ത് എത്തിക്കോട്ടെ, തേങ്ങയും അരിയും പിന്നെ ചോറും നമ്മളെ തേങ്ങ വെള്ളവും എല്ലാം കൂടെ. എന്നിട്ട് മിക്സീൻ്റെ ജാർ എടുത്തിട്ട് നല്ലോണം ഫൈനായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം മതിയാവില്ല, നമുക്കൊരു 250 വെള്ളം കൂടി വേണം. അത് 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ 2ാമത്തെ ട്രിപ്പിൽ ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ബാക്കിയുള്ള അരിയും പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ ആദ്യത്തേൽ ഇതൊന്നും ഇട്ടില്ല കേട്ടോ, ഉപ്പും പഞ്ചസാരയും. എന്നിട്ട് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇപ്പം തന്നെ ഉണ്ടോ നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മളെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്നറിയാം, നമ്മളെ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അത് നല്ല ഫെർമെൻറ്റേഷൻ നടക്കും. അപ്പോൾ ഇത് എന്നിട്ട് നല്ലോണം മൂടി വെക്കുക ഒരു 8 മണിക്കൂർ, അല്ലെങ്കിൽ രാത്രി. വൈകുന്നേരമായിട്ട് രാവിലെ ചുട്ടാൽ മതിയല്ല. അപ്പോൾ രാവിലത്തേക്ക് ഉണ്ടോ നല്ലോണം ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഈസ്റ്റോ ഇനോയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഉപയോഗിച്ചില്ല, നമ്മൾ സാധാ നോർമൽ കേട്ടോ. അപ്പോൾ ഇത് ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചത്, മറ്റേ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നുമല്ല. അതിൽ നല്ലോണം എണ്ണ തടവി കൊടുക്കുക. വെളിച്ചെണ്ണയല്ലേ, നമ്മളെ എള്ളെണ്ണല്ലേ, എള്ളെണ്ണ ലേശം നല്ലോണം ഗ്രീസ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു കുറച്ച് നേരം ഇങ്ങനെ ബബിൾസൊക്കെ വന്നതിന് ശേഷം വേണം മൂടാൻ. ഒരു 1-1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണേ. എന്നിട്ട് ഇതാ ഒരു ഇലയിലേക്ക് ഇടുക. നമ്മൾ അടിപൊളി പഞ്ഞി പോലത്തെ വെള്ളയപ്പം, അതായത് നമ്മൾ ഈസ്റ്റോ ഇന്നോയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് എനിക്ക് നിങ്ങളോട് വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഞാനൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. നിങ്ങൾ ഇത്ര നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.